കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം കേസെടുത്തു. 194-ന് എഫ്ഐആർ എടുത്തിട്ടുണ്ട്. അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു അന്വേഷണത്തെ ബാധിക്കും. കോടതിയിൽ നാളെ പോകേണ്ട കേസാണല്ലോ. അപ്പം അത് നമ്മളൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പ്രകാരം മുൻവിധിയോട് അന്വേഷണം നടത്തുന്നുള്ള ആരോപണം വരാം. അസ്വാഭാവിക മരണത്തിന് ഇപ്പം നിലവിലെടുത്തിരിക്കുന്നത് സാക്ഷിമൊഴികളും മറ്റു എവിഡൻസ് എടുത്ത ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. മകൻ അപകടം പറ്റി ICUവിലാണ് എന്ന് വിദേശത്തുള്ള അമ്മ സുജയെ അറിയിച്ചതായി ബന്ധു പ്രതികരിച്ചു. അമ്മയായിട്ട് എൻ്റെ വൈഫ് പോയിട്ടുണ്ട്, അവൾ സംസാരിച്ചിട്ടുണ്ട്, കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്ത്രീകളാകുമ്പോൾ നമ്മൾ പറയുന്ന കണക്കല്ല, അതിൻ്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മാഡത്തിനെയും കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. ബന്ധു, സുഹൃത്ത് എല്ലാം കൂടെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളൊപ്പം നിൽക്കുന്നവരാണ്. എല്ലാ കുട്ടികളും ഉൾപ്പെടെ. എൻ്റെ കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടി. അവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തിരിഞ്ഞു വരാനുള്ള ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് മരണപ്പെട്ടെന്നുള്ള വിവരം എന്തായാലും നമ്മളുടെ ഡെത്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുഖമായിട്ടും പിന്നെ മനുവിൻ്റെ വൈഫ് അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഒരു കൺട്രി ആകുമ്പോൾ സുഖമായിട്ടും മരണപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ സുഖമായിട്ടും പെട്ടെന്ന് അവർ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സംവിധാനം ഒരുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അമ്മയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും പറഞ്ഞു.